അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് നിരന്തരം സ്തുതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. പരിശുദ്ധനായ കർത്താവേ, എന്നെ ശ്രവിക്കണമേ. എൻ്റെ പ്രാർത്ഥന ഗവനിക്കണമേ. നിഷ്കപടമായ അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ അർത്ഥന ചെവിക്കൊള്ളണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധനായ കർത്താവേ, എന്നെ ശ്രവിക്കണമേ. എൻ്റെ പ്രാർത്ഥന ഗവനിക്കണമേ. നിഷ്കപടമായ അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ അർത്ഥന ചെവിക്കൊള്ളണമേ. എന്റെ വിധി തിരുസന്നിധിയിൽ നിന്ന് വന്നുകൊള്ളട്ടെ. അങ്ങയുടെ കണ്ണുകൾ സത്യം കാണട്ടെ. എന്റെ ഹൃദയം അങ്ങ് പരിശോധിക്കുകയും രാത്രിയിൽ എന്നെ സന്ദർശിക്കുകയും ചെയ്തു. പരീക്ഷകൾക്ക് എന്നെ വിധേയനാക്കി, എങ്കിലും എന്നിൽ തിന്മ കണ്ടെത്തിയില്ല. മനുഷ്യരുടെ പ്രവൃത്തികളെ കുറിച്ച് വ്യർത്ഥമായി ഞാൻ സംസാരിച്ചില്ല. ദുർമാർഗങ്ങളിൽ നിന്ന് അങ്ങ് എന്നെ സംരക്ഷിച്ചു. എന്റെ പാദങ്ങൾ ഇടറാതിരിക്കാൻ ഊടുവഴികളിൽ അങ്ങ് എന്നെ സഹായിച്ചു. അങ്ങ് എനിക്ക് ഉത്തരം തരുന്നതിനാൽ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, ചെവി ചായ്ക്കണമേ. എന്റെ വാക്കുകൾ ശ്രവിക്കണമേ. അങ്ങയുടെ നീതിമാനെ അത്ഭുത വിഷയമായും അങ്ങയിൽ ശരണപ്പെടുന്നവർക്ക് രക്ഷകനായും മാറ്റണമേ. അങ്ങേ എതിർക്കുന്നവരിൽ നിന്ന് കണ്ണിലെ കൃഷ്ണമണി പോലെ അങ്ങ് എന്നെ കാത്തുകൊള്ളണമേ. എന്നെ അപഹരിച്ച പാപികളിൽ നിന്നും എന്നെ എതിർത്ത ശത്രുക്കളിൽ നിന്നും അങ്ങയുടെ ചിറകിൻ തണലിൽ എന്നെ സംരക്ഷിക്കണമേ. വമ്പു പറയുന്നവരുടെ വായടയ്ക്കണമേ. അവർ എന്നെ പ്രശംസിച്ചു, അപ്പോൾ അവർ എന്നെ വളഞ്ഞിരിക്കുന്നു. എന്നെ നിലം പതിപ്പിക്കാൻ അവർ നോട്ടമിട്ടിരിക്കുന്നു. കടിച്ചു കീറാൻ വരുന്ന സിംഹം പോലെയാണവർ. പതിയിരിക്കുന്ന സിംഹക്കുട്ടിക്ക് തുല്യരാണവർ. കർത്താവേ, എഴുന്നേറ്റ് അവരെ മുട്ടുകുത്തിക്കണമേ. അധർമ്മികളിൽ നിന്നും വാളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ദുഷ്ടരിൽ നിന്നും മരണഗർത്തത്തിൽ നിന്നും അങ്ങയുടെ കൈകൾ എന്നെ മോചിക്കട്ടെ. ആയുസ്സിൽ അവർക്ക് ഓഹരി കൊടുത്ത് അങ്ങയുടെ നിക്ഷേപങ്ങളാൽ അവരുടെ ഉദരം നിറയ്ക്കണമേ. മക്കൾ സംതൃപ്തരാകട്ടെ.
മിച്ചമുള്ളത് അവരുടെ സന്തതികൾക്കായി നീക്കിവെക്കട്ടെ. ഞാനോ നീതിയിൽ അങ്ങയുടെ മുഖം ദർശിക്കും. അങ്ങിലുള്ള വിശ്വാസം സജീവമാകുമ്പോൾ ഞാൻ സംതൃപ്തനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്നവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സകലത്തിൻ്റെയും നാഥ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഈശോമിശിഹായേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കാട്ടരുവി തേടി നടക്കുന്ന കലമാനെ പോലെ വിലപിക്കാനും കഥനത്താൽ നെടുവീർപ്പിൻ സ്വരമുയരാനും നിർമ്മല ഹൃത്തും കണ്ണീരിൻ ഉറവയും എവിടെന്നാരു തരും. ആയുസ്സിൻ ദിനരാത്രങ്ങൾ വ്യർത്ഥതയിൽ ഞാൻ പാഴാക്കി. കർത്താവേ, ഞാൻ പാപത്തിൽ വീഴാതെന്നെ കാക്കണമേ. എന്റെ രക്ഷകനും ദൈവവുമായ കർത്താവേ, സ്വാതന്ത്ര്യത്തിൻ സുതനായി എന്നെ മനഞ്ഞു നാഥാ. നീ നിന്നുടെ കൽപ്പന കാക്കാതെ തെറ്റിലലഞ്ഞു നടന്നു ഞാൻ. അലസത എന്നിൽ കണ്ടപ്പോൾ ദുഷ്ടനെനിക്കായി കെണിവച്ചു. അവനുടെ വലയിൽ വീണു ഞാൻ. രക്ഷകനായി നീ അണയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃപയാൽ പൂരിത മാതാവും ദിവ്യമാരും സ്ലീഹരുമേ, സഭയുടെ താതൻ തോമായും സഹദാമാരും വന്ദകരും മൽപ്പാന്മാരും താപസരും നീതിയെഴുന്നവരെല്ലാരും പ്രാർത്ഥിക്കട്ടെ ഞങ്ങൾക്കായി ദൈവഹിതം നിറവേറ്റിടാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ കരുണയും നിരന്തരമായ പരിപാലനവും ഓർത്ത് അങ്ങേ ഏറ്റുപറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരം അരുളണമേ. കർത്താവേ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരം അരുളണമേ.
എന്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. പരിമള ധൂപം പോലെ അത് അങ്ങയുടെ പക്കലേക്ക് ഉയരട്ടെ. കർത്താവേ, എന്റെ പ്രാർത്ഥന എന്റെ സായാഹ്നബലിയായി സ്വീകരിക്കണമേ. എന്റെ നാവിനും മധുരത്തിനും അങ്ങ് കാവൽ നിർത്തണമേ. എന്റെ ഹൃദയം തിന്മയിലേക്ക് ചായാതിരിക്കട്ടെ. ദുഷ്പ്രവൃത്തികൾ ഞാൻ ചെയ്യാതിരിക്കട്ടെ. ദുഷ്ടരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ. നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടരുടെ തൈലം കൊണ്ട് എന്റെ ശിരസ് പോഷാൻ അനുവദിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു. അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു. എന്റെ വാക്കുകൾ സ്നേഹമസൃണമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു, ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു. എന്റെ ഹൃദയം നീറുമ്പോൾ എന്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കും. ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എന്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ. ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വച്ചു. ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി, എന്നെ അറിയുന്നവർ ആരുമില്ല. ഓടി ഒളിക്കാൻ എനിക്കിടമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എന്റെ അഭയമാണല്ലോ. അങ്ങയുടെ വചനം എന്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാകുന്നു. നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശബ്ദപൂർവം ഞാൻ നിശ്ചയിച്ചു. കർത്താവേ, ഞാനേറെ താഴ്ത്തപ്പെട്ടു. അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ. എന്റെ വചനങ്ങളിൽ അങ്ങ് സംപ്രീതനാകണമേ. അങ്ങയുടെ വിധികൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെന്നും ഞാൻ അങ്ങയുടെ കരങ്ങളിലാകുന്നു. അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല. പാപികൾ എനിക്ക് കെണികൾ വെച്ചു, എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല. അങ്ങയുടെ പ്രമാണങ്ങളാണ് എന്നേക്കും എന്റെ ഓഹരി. അതിനാൽ അവയിൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നും സത്യമായി പാലിക്കാൻ എന്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു. സത്യമായും കർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്കുത്തരമരുളണമേ. കർത്താവേ, എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പ്രാർത്ഥന ദയാപൂർവം കേൾക്കുകയും ദിവ്യമായ കാരുണ്യത്താൽ അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ. ശരീരങ്ങളുടെ സൗഖ്യദായകനും ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ, പാപികളായ ഞങ്ങളിൽ കനിയണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. അങ്ങയുടെ പക്കലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. നാഥാ, ഉന്നത സ്വർഗ്ഗത്തിൽ നിത്യം വാഴും നിൻ സവിധേ ഇന്നയരങ്ങൾ ഉയർത്തുന്നേ. തിരുവിഷ്ടത്താൽ മോദമോടെ ധരയിൽ ജന്മമെനിക്കേകി നിന്നുടെ ശക്തി അയച്ചതിനാൽ രോഗം സകലമകറ്റി നീ. പ്രതിഫലമൊന്നും വാങ്ങാതെ സൗഖ്യം നൽകും വൈദ്യൻ നീ. ദയതന്നൗഷധമേകണമേ, വേദനയഹിലം നീക്കണമേ. അങ്ങയുടെ കരുണ വേഗം ഞങ്ങളിൽ ചൊരിയണമേ.
നാഥാ കരുണാനിലയനമേ, തവ കാരുണ്യം ഞങ്ങൾക്കായി വിരവൊടയയ്ക്കാൻ കനിയണമേ. പാപകടത്തിൻ പൊറുതിക്കായി ദുഷ്ടനിൽ നിന്നും വിടുതിക്കായി തിരുസവിധത്തിൽ ഞങ്ങളിതാ കൈകൾ നീട്ടി വിളിക്കുന്നു. സ്വർഗതലത്തിലുയർത്തുന്നു മനസ്സും ഹൃദയവും ആത്മാവും നിൻ തിരുവിഷ്ടം നിറവേറ്റാൻ ശക്തിവർക്കിൻ നീകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മണ്ണിൻ സുതരായി തീർന്നവരെ വിണ്ണിലുയർത്തി കനിവോടെ സ്വർഗാരോഹിതനീശോനി മഹിമയെഴും നിൻ സ്ലീവായാൽ ഞങ്ങളെ ശോഭിതരാക്കിയ നീ ജ്ഞാനത്തികവു പകർന്നിടാൻ നൽകി നിൻ തിരുറൂഹായേ. കൂദാശകളാൽ തിരുസഭതൻ സുതരെ നിർമ്മലരാക്കും നീ നരരക്ഷയ്ക്കായി നിറവേറ്റും പദ്ധതി എന്നും മഹനീയം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് പ്രകൃത്യാ പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു. അങ്ങെല്ലാറ്റിലും ഉന്നതനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു. അങ്ങേ ഞങ്ങളെല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 5-ാം അധ്യായം 19 മുതലുള്ള തിരുവചനങ്ങൾ. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്തെന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവൃത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം.
കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ, ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിത്വത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നല്ല കാലാവസ്ഥയും ഫലഭൂഷ്ടമായ മത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ലെയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീഷ്ണതയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനമാർക്കും സന്യാസികൾക്കും അൽമായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധിയിൽ വളർന്ന് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബജീവൻ നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികവുമായ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ബലവാനായ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ.
സഹോദരരെ, നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം. സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവന്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സകലവും ഞാൻ നവീകരിക്കുന്നു, കന്യാസുതനീധര തന്നിൽ മഹിമാപൂരിത ശിശുവായി വിണ്ണും മണ്ണും നൂതനമായി കർത്താവീശോ മിശിഹായിൽ ദൂതഗണങ്ങൾ ഗീതികളാൽ ശാന്തിഹത്തിൽ ഘോഷിച്ചു. ഞങ്ങൾ ദൈവത്തോടു കൂടെ വേല ചെയ്യുന്നു, ശാന്തിക്കതിരൊളി വിരിയിച്ചു. സൃഷ്ടിയിലെങ്ങും പ്രത്യാശ, വേദനമുറ്റിയ പാപത്തിൻ വേലയിലേക്കിനി ഒരു നാളും പിന്തിരിയാതെ സൃഷ്ടികുലം പാവനമായി വിളങ്ങിയിടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വഴിവിട്ടുലയും മാനവരെ കൈകൾ നീട്ടി വിളിച്ചിടും, അവരെ കാത്തു നയിച്ചിടും. രക്ഷകനീശോ മിശിഹായ നല്ലോരിടയൻ ബേത്ലഹേമിൽ വന്നു പിറന്നൊരു ശിശുവായി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളിൽ കനിവ് തോന്നി ഞങ്ങളിലേക്ക് തിരിയണമേ. അങ്ങയുടെ കൃപാകടാക്ഷവും പരിപാലനവും ഞങ്ങളിൽ നിന്ന് പിൻവലിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാലങ്ങളിലും എല്ലാ സമയത്തും ഞങ്ങളുടെ പ്രത്യാശയും ശരണവും അങ്ങിലാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. കുറ്റമറ്റ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കുറ്റമറ്റ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ പ്രമാണം കാക്കുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ തേടുന്നവരും ഭാഗ്യമുള്ളവരാകുന്നു. അവർ അധർമ്മം പ്രവർത്തിക്കാതെ അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുന്നു. ദിവ്യ നിയമങ്ങൾ താൽപര്യപൂർവ്വം പാലിക്കണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ തക്കവിധം എന്റെ വഴികൾ ക്രമീകൃതമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നതിനാൽ ഞാൻ ലജ്ജിക്കുന്നില്ല. അങ്ങയുടെ ന്യായവിധികൾ ഹൃദയസ്ഥമാക്കുമ്പോൾ നിഷ്കളങ്ക മനസ്സോടെ ഞാൻ അങ്ങയെ സ്തുതിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിച്ചു, ഒരിക്കലും അങ്ങ് എന്നെ പരിത്യജിക്കരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന കർത്താവേ, പ്രശാന്തമായ സായങ്കാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനിർഭരമായ പ്രഭാതവും സൽപ്രവൃത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറിയോസേപ്പിൻ്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാ സ്ലീഹായുടെയും മാർ അപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും മൽപ്പാന്മാരുടെയും
സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സമയവും കാലവും ക്രമീകരിക്കുന്നവനും സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവുമായ ദൈവത്തിൻ്റെ നാമം എല്ലായിടത്തും എല്ലാ സമയത്തും വാഴ്ത്തപ്പെട്ടതാകട്ടെ. നമ്മുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയ സകലരെയും നിത്യസൗഭാഗ്യത്തിന് അവിടുന്ന് അർഹരാക്കട്ടെ. വിശുദ്ധ സഭയെയും പാപികളും ബലഹീനരുമായ നമ്മെയും അവിടുത്തെ കാരുണ്യം കാത്തിരിക്കുന്ന ലോകം മുഴുവനെയും തൻ്റെ പരിപാലനത്തിൻ്റെ വലത്തുകരം നീട്ടി അവിടുന്ന് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.